ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകാൻ പോകുന്നത് വലിയ തിരിച്ചടി എന്നുള്ളതാണ്. അതായത് കനത്ത നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടാക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്കിപ്പം എത്തുന്നത്. അതായത് താരിഫ് ഉയർത്തിക്കൊണ്ട് ഇന്ത്യയെ അങ്ങ് വലിയ രീതിയിൽ ഭയപ്പെടുത്താമെന്നാണ് ട്രംപ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ത്യ അതിനൊക്കെ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ബദൽ സംവിധാനങ്ങൾ കണ്ടുവച്ചിരുന്നു എന്നുള്ളത് ട്രംപിന് മനസ്സിലായില്ല. ട്രംപിന്റെ ഈ മണ്ടൻ തീരുമാനം കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഗുണം ചൈനയും റഷ്യയും ഇന്ത്യയും തമ്മിൽ വലിയ രീതിയിലുള്ള ബന്ധം മെച്ചപ്പെടാൻ കാരണമാകുന്നു എന്നുള്ളതാണ്. ചൈനയും ഇന്ത്യയും തമ്മിൽ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ, അതിർത്തി തർക്കവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഇപ്പോൾ സംസാരിച്ച് മാറ്റി ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധമുണ്ടാകുന്നു. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവിടെ ഉച്ചകോടിയിലേക്ക് SCO ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രധാനമന്ത്രി സെപ്റ്റംബർ 31 ചൈനയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. അതുപോലെ തന്നെ റഷ്യൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ പുടിൻ ട്രംപുമായുള്ള ചർച്ചയ്ക്ക് മുൻപേ ചൈനീസ് പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും 3 സോവിയറ്റ് യൂണിയനിലെ രാജ്യങ്ങളിലെ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചു. അതിനുശേഷമാണ് ട്രംപിനെ കാണാം എന്നുള്ള തീരുമാനത്തിലേക്ക് റഷ്യൻ പ്രസിഡന്റ് എത്തുന്നത്. അപ്പോൾ അത്രയ്ക്ക് വലിയ രീതിയിലുള്ള നീക്കമാണ് ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്ന് നടത്തുന്നത് എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകുന്ന കനത്ത തിരിച്ചടി എന്ന് ചോദിച്ചാൽ, റോയിട്ടേഴ്സിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് അമേരിക്കയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ആയുധങ്ങൾ ഇനി തൽക്കാലത്തേക്ക് വേണ്ട എന്നുള്ള തീരുമാനമാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. അതായത് 3.9 ബില്യൺ ഡോളറിന്റെ ആയുധങ്ങളാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങാനായി ഉദ്ദേശിച്ചിരുന്നത്. ആ ആയുധങ്ങൾ തൽക്കാലത്തേക്ക് വാങ്ങണ്ട എന്നുള്ള നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ്. കാരണം ആയുധ വിൽപ്പനയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ഈ യുദ്ധം ഉണ്ടാക്കുന്നത് അവർ തന്നെ, സമാധാനം ഉണ്ടാക്കുന്നത് അവർ തന്നെ. അപ്പോൾ യുദ്ധമുണ്ടാക്കിയാലേ അവർക്ക് ആയുധ വിൽപ്പന നടക്കൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആയുധ വിൽപ്പനയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമുള്ള ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക. ആ അമേരിക്കയ്ക്ക് 3.9 ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഇന്ത്യ ഉണ്ടാക്കുന്നത്. പകരം ഇന്ത്യ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ റഷ്യയിൽ നിന്ന് ഇന്ത്യ S-500 Su-57 അതായത് 5ാം തലമുറ യുദ്ധവിമാനം അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇന്ത്യ റഷ്യയും തമ്മിൽ ഉണ്ടാകുന്നത്. മാത്രമല്ല വേൾഡ് ടോപ്പ് റഡാർ സംവിധാനം റഷ്യയ്ക്കാണുള്ളത്. ആ റഷ്യയ്ക്കുള്ള ഹൊറോണോഷ് എന്ന റഡാർ സംവിധാനവും ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അതായത് 25% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവയാണ് ട്രംപ് നമുക്ക് ഉയർത്തിയിരിക്കുന്നത്. അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, അതുവഴി റഷ്യയ്ക്ക് പണം കിട്ടുന്നു. ആ പണം കൊണ്ടാണ് റഷ്യ ആയുധങ്ങൾ നിർമ്മിച്ച് ഉക്രൈനെതിരെ യുദ്ധം നടത്തുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് റഷ്യയിൽ നിന്ന് ഇനി ഇന്ത്യ എണ്ണ വാങ്ങരുത്, അതാണ് ട്രംപിന്റെ ആവശ്യം. പക്ഷെ ഇന്ത്യ ആ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടില്ല. റഷ്യയിൽ നിന്ന് തന്നെ ഇന്ത്യ എണ്ണ വാങ്ങും. മാത്രമല്ല ആയുധങ്ങളും കൂടി റഷ്യയിൽ നിന്ന് വാങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് ഇന്ത്യ നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് ചില ഭാഗത്ത് നിന്ന് വരുന്നത്. മാത്രമല്ല നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്ത ആഴ്ച വാഷിങ്ടണിലേക്ക് പോകാൻ ഒരു തീരുമാനമുണ്ടായിരുന്നു ഈ ആയുധ കരാറുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടത്തുന്നതിന്. പക്ഷേ ഇപ്പോൾ അത് പോണ്ട എന്ന്, തൽക്കാലത്തേക്ക് ആ യാത്ര മാറ്റിവെക്കണം എന്നുള്ള, അല്ലെങ്കിൽ മാറ്റിവെക്കാം എന്നുള്ള ഒരു തീരുമാനമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എത്തിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് എത്തുന്നത്. അതായത് ഇതിൽ കൃത്യമായ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് ഒരു തിരിച്ചടിയായി തന്നെയാണ് അമേരിക്ക കാണുന്നത്. കാരണം നമുക്കറിയാം വലിയ പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ നയതന്ത്ര ബന്ധത്തിനും വ്യാപാര ബന്ധത്തിനും ഒക്കെ. 2000-ന് ശേഷം അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഏറ്റവും നല്ല മെച്ചപ്പെട്ട ബന്ധം ഉണ്ടായത്. പിന്നെ ആ ബന്ധം നിലനിർത്തി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയതിനു ശേഷം, അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു. ആദ്യത്തെ ട്രംപിന്റെ ആദ്യ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന സമയത്ത് ഇന്ത്യ അമേരിക്കയും തമ്മിൽ അതിശക്തമായ ഒരു ബന്ധമുണ്ടായിരുന്നു. അതിനുശേഷം ജോർജ് ബുഷിൽ തുടങ്ങി ജോ ബൈഡൻ വരെയുള്ളവരുമായി ഇന്ത്യക്ക് നല്ല അടുപ്പവും നല്ല ബന്ധവും തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ രണ്ടാമത്തെ ട്രംപിന്റെ വരവോടെയാണ് ഇന്ത്യയും ഈ അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ ഇത്ര ലോ ലെവലിലേക്ക് പോകാൻ അത് ട്രംപിന്റെ ചില മണ്ടൻ തീരുമാനങ്ങൾ കൊണ്ടാണ് എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇന്ത്യക്ക് തന്നെയാണ് അതിൽ മെച്ചം എന്ന് പറയുന്നത്.
കാരണം ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിൽ മൂന്ന് ശക്തികളായി ഉയർന്നു വരികയും അവിടെ അമേരിക്ക ഒന്നുമല്ലാത്ത ഒരു പാർട്ടായി തീരുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ട്രംപിന്റെ ഇത്തരം തീരുമാനങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന് അമേരിക്കയിലുള്ളവർ തന്നെ പറയുന്നു. മാത്രമല്ല അമേരിക്ക ഒരു റിപ്പോർട്ട് തയ്യാറാക്കി, അതായത് അമേരിക്കൻ ഇന്റലിജൻസിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ അമേരിക്കയെക്കാൾ വളർന്ന് വലിയ ശക്തിയാകുമെന്നും വലിയ ഗ്രേറ്റ് പവർ ആകുമെന്നുമാണ് ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇത് അമേരിക്ക തന്നെ തയ്യാറാക്കിയ ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. ഇത് ട്രംപ് കണ്ടതിന് ശേഷമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യ ഏത് വിധേനയും തകർക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യവസായങ്ങളെയൊക്കെ തകർക്കുക എന്നുള്ള തരത്തിൽ ഇത്തരത്തിലുള്ളൊരു നീക്കം ഉണ്ടായത് എന്നുള്ള ഒരു വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ ഈ ആയുധ കച്ചവടങ്ങളും ആയുധം വാങ്ങാനും കൊടുക്കാനുമുള്ള ഈ എന്താ പറയുക ഈ വ്യാപാര ബന്ധത്തിന് തുടക്കമിട്ടത്. പക്ഷെ അതാണ് ഇപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സ്ട്രൈക്കർ, യുദ്ധവിമാനങ്ങൾ, ജാവലിയൻ മിസൈലുകൾ, ചില ബോയിങ് വിമാനങ്ങൾ എന്നിവ വാങ്ങാനുള്ള ചർച്ചയാണ് ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഞങ്ങളെ അടിച്ചാൽ അതിൻ്റെ തിരിച്ചടി അമേരിക്കയ്ക്ക് അതിലും വലിയ രീതിയിൽ കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണാനായി ട്രംപ് എത്തുന്നുണ്ട്. അതിൻ്റെ തീയതിയും സമയവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അതായത് തീയതിയും സ്ഥലവും എപ്പോഴാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അതിനു മുൻപ് പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്നു. കാരണം റഷ്യയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യക്കിപ്പോൾ ഇത്രയും വലിയ ഒരു അധിക തീരുവ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇതിനെ റഷ്യയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിൽ കൈകടത്താൻ കഴിയുമോ, അല്ലെങ്കിൽ ട്രംപുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാകാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് 21 ദിവസത്തെ സമയമാണ് തന്നിരിക്കുന്നത്. ഈ 21 ദിവസം കൊണ്ട് ട്രംപ് ആയതുകൊണ്ട് ചിലപ്പോൾ എന്തൊക്കെ പറയുന്നു, എവിടെ എന്തൊക്കെ എങ്ങനെ പറയുന്നു എന്ന് നമുക്കറിയില്ല. എന്തും മാറ്റി പറയാം ട്രംപ്. അപ്പോൾ ഈ ട്രംപിൻ്റെ ഈ ഒരു എന്താ പറയുക മണ്ടൻ തീരുമാനങ്ങൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ട്രംപ് എപ്പോഴും എടുക്കുന്ന നിലപാടുകൾ സ്വന്തം രാജ്യത്തിന് പോലും നല്ലതായിട്ട് ഒരിക്കലും വരില്ല എന്നുള്ളതാണ്. കാരണം ട്രംപ് ഒരു ഒരു രാഷ്ട്രീയക്കാരൻ എന്നത് ഉപരി ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ്സുകാരൻ്റെ കണ്ണോടുകൂടി ട്രംപ് എല്ലാത്തിനെയും നോക്കിക്കാണും എന്നുള്ളതാണ്. ഇപ്പോൾ ഉക്രൈനെ കൂടെ നിർത്തിക്കൊണ്ട് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് അത്രത്തോളം എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് ചൈനയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. അപ്പോൾ ചൈനയ്ക്കും റഷ്യയ്ക്കും അല്ലെങ്കിൽ ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ബ്രസീലിനുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ തീരുവ ട്രംപ് ചുമത്തിയിരിക്കുന്നത്. അപ്പം ഇതിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇതിലെല്ലാം ബദൽ സംവിധാനങ്ങൾ കാണും. കാരണം നമ്മുടെ എന്താ പറയുക നമുക്ക് സാധനങ്ങൾ വിപണി ഉണ്ടെങ്കിൽ അത് ചൈനീസ് വിപണി നമുക്ക് ഉപയോഗിക്കാം. ചൈനയും ഇന്ത്യയും ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എണ്ണം കുറവാണ്, ആളുകളുടെ എണ്ണം കുറവാണ്. കാരണം ഒരുപാട് ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒന്നിക്കുമ്പോൾ പിന്നെ അതിലും വലിയ വിപണി സാധ്യത വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ അടി കിട്ടിയത് ട്രംപിന് തന്നെയാണ്. ഇന്ത്യയും ചൈനയും റഷ്യയും വലിയൊരു കൂട്ടുകെട്ടായി ഉയരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.